ഈ ചൂടിന് നല്ല തണുത്ത ക്രീമി കുൽഫി, അതും മാംഗോ ടേസ്റ്റിൽ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിലാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത്തിരി ബദാം, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്തി, പിന്നെ കുറച്ച് പാല്. ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ എടുത്തത് കേട്ടോ. കൂടെ തന്നെ ഒരു ഇത്തിരി കോൺഫ്ലവറും 3 ഏലക്കായും കൂടെ എടുത്തു. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഈ 3 ഐറ്റംസും ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കൂടെ തന്നെ ഈ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ ഈ കോൺഫ്ലവറില്ലേ അത് നമ്മളതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി പാലെടുത്തിട്ട് ഒരു പാനിൽ വെച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കുക. അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ കട്ടയില്ലാതെ കലക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ കോൺഫ്ലവറും പാലും പഞ്ചസാരയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ഐറ്റംസ് ഇല്ലേ അതേക്കിട്ട് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ ഒരു സ്പൂണ് ഈത്തപ്പഴ സിറപ്പും കൂടെ ഇട്ട് കൊടുത്തു. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ യോജിപ്പിച്ചെടുത്തപ്പോൾ അതിൻ്റെ കളറും മാറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ കുൽഫിയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മാംഗോ പൾപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല കട്ടി തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ച മാംഗോ പൾപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടാവുന്ന ടൈമല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാങ്ങ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്ത് നന്നായിട്ട് മിക്സിയിൽ ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ മാറ്റി വെച്ചാൽ കുറേ കാലമൊക്കെ കുറച്ച് കാലമൊക്കെ കേടാവാൻ നോക്കും കേട്ടോ. ഞാനങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ മാങ്ങ ഉള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് കാലമൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാനും ഇതെടുത്തിട്ട് നമ്മൾ പാലോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഐറ്റംസൊക്കെ പരീക്ഷിച്ച് നോക്കുമ്പോൾ അതിലും ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഐറ്റംസുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ മാംഗോ പൾപ്പൊന്നും പുറത്തുനിന്ന് വാങ്ങാതെ കുറച്ച് കാലമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇവിടെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആ കുറച്ച് പൊടി ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചതാണ്, അതിൻ്റെ മുകളിലിട്ട് കൊടുത്തതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ, ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.